Hello, today we are going to discuss some examples of dice. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡൈസിനെ കുറിച്ചും ഡൈസ് എന്താണെന്നുള്ളതും വാട്ട് ആർ ദ ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഡൈ എന്നുള്ളതും അതുപോലെ വാട്ട് ആർ ദ ടു ഡിഫറെൻറ്റ് തിയറീസ് ബേസ്ഡ് ഓൺ ഡൈ കോൺസ്റ്റിറ്റ്യൂഷൻ, ദറ്റ് ഈസ് വിച്ച് തിയറി ആൻഡ് വാലൻസ് ബോണ്ട് തിയറി. ഇന്ന് നമുക്ക് ഡൈസിൻ്റെ എക്സാമ്പിൾസിലേക്കാണ് പോകാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാർഷ്യസ് എല്ലോ. 3 എക്സാമ്പിൾസാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മാർഷ്യസ് എല്ലോ. മാർഷ്യസ് എല്ലോ സ്ട്രക്ചറലി ഈസ് എ നൈട്രോ ഡൈ. യു ക്യാൻ സീ ദാറ്റ് ഒരു നാഫ്തലിൻ റിങ് ഉണ്ട്. ആ നാഫ്തലിൻ റിങ്ങിൽ ഒരു ബെൻസീൻ റിങ്ങിൽ 2 NO2 ഗ്രൂപ്പ്സും ഒരു OH ഗ്രൂപ്പ്സുമാണ്. അപ്പോൾ നമ്മൾ ഓക്സോക്രോംസ് വിച്ച് തിയറി ക്രോമഫോറൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു NO2 ഒരു ക്രോമഫോറാണ്, OH ഒരു ഓക്സോക്രോമാണ്. അപ്പം ഇത് ഓക്സോക്രോമും ക്രോമഫോറും ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡൈ ആണ് മാർഷ്യസ് എല്ലോ. സോ യു ഹാവ് ടു സ്റ്റഡി ദ സ്ട്രക്ചർ ബൈ ഡ്രോയിങ്. ബൈ ഹാർട്ട് പഠിക്കണം. എക്സാമ്പിൾസ് ചിലപ്പോൾ ചോദിക്കും വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് മാർഷ്യസ് എല്ലോ എന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ യു ഹാവ് ടു ഡ്രോ ദാറ്റ്. മാർഷ്യസ് എല്ലോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നൈട്രോ ഡൈ ആണ്. ആപ്ലിക്കേഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. മാർഷ്യസ് എല്ലോ ഒരു യെല്ലോ ഡൈ ആണ്. ദാറ്റ് ഇസ് എ ഡയറക്റ്റ് ഡൈ. ദാറ്റ് ഈസ് ഡൈ ദാറ്റ് ക്യാൻ ബി ഡയറക്ട്ലി അപ്ലൈ ടു ദ ഫാബ്രിക് ഫ്രം ആൻ അക്വസ് സൊല്യൂഷൻ. ഒരു അക്വസ് സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ട് ഡയറക്റ്റായിട്ട് ഫാബ്രിക്കിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു ആസിഡാണ്. ബിക്കോസ് ബീങ് ആൻ ആസിഡ് ഇറ്റ് ക്യാൻ കമ്പൈൻ വിത്ത് ഫ്രീ അമിനോ ഗ്രൂപ്പ്സ് ഫൗണ്ട് ഇൻ പ്രോട്ടീൻ ഫൈബർ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫാബ്രിക്കിൽ കുറേ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പോൾ അമിനോ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇവർക്ക്, ഇത് ആസിഡ് ആണല്ലോ, അപ്പോൾ ആസിഡ് ബേസ് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ ഇവർക്ക് വേഗം തന്നെ ഫാബ്രിക്കിൽ റിയാക്ട് ചെയ്തിട്ട് അതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് മാർഷ്യസ് എല്ലോ is used to dye silk and wool. It can also used to dye the synthetic fiber nylon. ഡൈ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ ബയോളജിക്കൽ സ്റ്റെയിൻ ഇൻ മൈക്രോസ്കോപ്പി. അതേപോലെ ദ ലാസ്റ്റ് യൂസ് ഈസ് ആസ് എ കെമിക്കൽ ഇൻഡിക്കേറ്റർ. നമ്മൾ വോൾമെട്രിയിലൊക്കെ നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ യൂസ് ചെയ്യില്ല. അതേപോലെ ടൈട്രേഷൻ ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് കാർബണിൽ കോമ്പൗണ്ട്സ് ഇൻ നോൺ അക്വസ് മീഡിയം ബൈ കൺവേർട്ടിംഗ് ദം ടു ഓക്സൈംസ്. കാർബണിൽ കോമ്പൗണ്ട്സിനെ ഓക്സൈംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ടൈട്രേഷനിൽ നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഡൈയുടെയും സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ യൂസസ് എന്താണ്, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മാർഷ്യസ് എല്ലോ ഒരു നൈട്രോ ഡൈ ആണ്. NO2 ആണ്, OH ഗ്രൂപ്പ് ഉണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആയിട്ടുണ്ട്. അതേപോലെ അത് അപ്ലൈ ചെയ്യുന്നത് ഡയറക്റ്റാണ്. കാരണം ഇത് ആസിഡിക് ആണ്. അപ്പോൾ ഫാബ്രിക്കിലെ ബേസിക് ഗ്രൂപ്പ്സുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവർക്ക് വേഗം തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും ഫാബ്രിക്കിൽ. ദെൻ ആപ്ലിക്കേഷൻസ് ആണ് നൈലോൺ, കോട്ടൺ, വൂൾ, അതേപോലെ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഡൈ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മൈക്രോസ്കോപ്പിയിൽ സ്റ്റെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സെക്കൻഡ് എക്സാമ്പിൾ ഓഫ് ഡൈ, ഇൻഡിഗോ ഓർ ഇൻഡിഗോട്ടിൻ. സ്ട്രക്ചറലി ഇൻഡിഗോ ഇസ് ആൻ ഇൻഡിഗോയിഡ് ഡൈ. അതായത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞതാണ്. ഇൻഡിഗോയിഡ് ടൈപ്പ് ഡൈ ആണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. ഇൻഡിഗോയിഡ് ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് ഇൻഡിഗോയിഡ് ഗ്രൂപ്പ്. അതായത് ഒരു 6 മെമ്പേർഡ് റിംഗ് ഉണ്ട്, അപ്പുറത്തൊരു 5 മെമ്പേർഡ് റിങ്ങിലൊരു CONH. ഇതാണ് ഇൻഡിഗോയിഡ് കോമൺലി പറയുന്നത്. ഇനി ഇൻഡിഗോയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത് 2 പെയർ ചെയ്തിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഇൻഡിഗോക്കുള്ളത്. അതായത് 2 ഇൻഡിഗോയിഡ് ഗ്രൂപ്പ് ഈസ് ബ്രിഡ്ജ്ഡ് ബൈ എ ഡബിൾ ബോണ്ട്. അതാണ് ഇൻഡിഗോയുടെ സ്ട്രക്ചർ. ഇൻഡിഗോ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ജീൻസിലൊക്കെ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന, ബ്ലൂ ജീൻസിലൊക്കെ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡൈ ആണ് ഇൻഡിഗോ. ഇതിൻ്റെ ആപ്ലിക്കേഷൻസിലേക്ക് പോകുമ്പം ഇതൊരു വാറ്റ് ഡൈ ആണ്. വാറ്റ് ഡൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻസൊലബിൾ ഡൈ വിച്ച് ഈസ് ഫസ്റ്റ് റെഡ്യൂസ്ഡ് ടു എ കളർലെസ് സൊലബിൾ ഫോം in large vats, then applied to the fabric, and then finally oxidized back to the insoluble colored form by air or an oxidant.
അതായത് ആദ്യം ഇതിൻ്റെ വേറൊരു ഫോമിലാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഇൻസൊലുബിൾ ആയിരിക്കും. അപ്പോൾ അതിനെ ആദ്യം നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് ല്യൂക്കോ കോമ്പൗണ്ട് ആക്കിയിട്ട് സൊലുബിൾ ഫോം ആക്കിയിട്ട് മാറ്റും. അങ്ങനെ സൊലുബിൾ ഫോം ആക്കിയതിന് ശേഷം അവർ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ, അതായത് സോൾവെൻറ്റിൽ സൊലുബിൾ ആക്കിയതിന് ശേഷം ഫാബ്രിക്കിലേക്ക് അപ്ലൈ ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒറിജിനൽ ഫോമിലേക്ക്, റെഡ്യൂസ്ഡ് ഫോമിലേക്ക് അവരെ ആക്കിയിട്ട് മാറ്റും. അങ്ങനെയാണ്, അതായത് ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സിലൂടെയാണ് വാറ്റ് ഡൈ നമ്മൾ ഫാബ്രിക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇത് ഒരു എക്സാമ്പിളാണ് വാറ്റ് ഡൈക്ക്, ഇൻഡിഗോ. ഇനി മൂവിങ് ഓൺ ടു ദ യൂസേഴ്സ്, ഇൻഡിഗോ ഈസ് യൂസ്ഡ് ടു ഡൈ കോട്ടൺ വിച്ച് ഈസ് മെയിൻലി ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഡെനിം ക്ലോത്ത് ഫോർ ബ്ലൂ ജീൻസ്. ഡെനിം ക്ലോത്ത്, കോട്ടൺ ക്ലോത്ത്സ് ഒക്കെ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ആൾസോ ബി യൂസ്ഡ് ടു ഡൈ വൂൾ ആൻഡ് സിൽക്ക്. വൂളും സിൽക്കും കളർ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡിഗോ കാർമിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡെറിവേറ്റീവാണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫുഡ് കളറൻറ്റ്. ഫുഡ് കളറൻ്റായിട്ടും ഇൻഡിഗോ കാർമിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ these are the uses and applications of indigo. And the third color dye is alizarin, alizarin red. Structurally alizarin is an anthraquinone dye. Anthraquinone എന്ന് പറഞ്ഞാൽ ഇതാണ് ആന്ത്രാക്കിനോൺ ഗ്രൂപ്പ്. രണ്ട് ബെൻസിൻ റിങ് അപ്പുറത്തും ഇപ്പുറത്തും, നടുവിലുള്ള റിങ്ങിൽ രണ്ട് CO ഗ്രൂപ്പ്, ഇങ്ങനെ വരുന്നൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ആന്ത്രാക്കിനോൺ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ആന്ത്രാക്കിനോൺ ഗ്രൂപ്പിൽ രണ്ട് OH റൈറ്റ് സൈഡിൽ ബെൻസിൻ റിങ്ങിൽ വരുന്ന സ്ട്രക്ചറാണ് ആലിസാരിനുള്ളത്. അപ്പോൾ ആലിസാരിൻ ഒരു മോഡേൺ ഡൈ ആണ്. അപ്പം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, വാറ്റ് ഡൈ, ഡയറക്റ്റ് ഡൈ, മോഡേൺ ഡൈ, ഇതൊക്കെ ഡൈസിൻ്റെ എന്താ പറയുക ക്ലാസിഫിക്കേഷനാണ്. അതായത് ബേസ്ഡ് ഓൺ ദി മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ടു ദ ഫാബ്രിക് നമ്മൾ ഡൈസിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അത് നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആയതുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത്. സോ ഫസ്റ്റ് മാർഷ്യസ് യെല്ലോ വാസ് എ ഡയറക്റ്റ് ഡൈ, ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യായിരുന്നു. വാറ്റ് ഡൈ എന്ന് പറയുന്ന ഇൻഡിഗോ അപ്ലൈ ചെയ്യുന്നത് ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സിലൂടെയാണ്. ഇനി മോഡേൺ ഡൈ എന്ന് പറയുന്നത് which does not attach itself to the fabric but require a mordant to act as a binding agent between it and the fabric. അതായത് നമുക്ക് മോഡേൺ ഡൈസ് ഒന്നും ഡയറക്റ്റായിട്ട് ഫാബ്രിക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം അവർ ഫാബ്രിക്കിൽ പിടിക്കൂല. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും, വി ഷുഡ് യൂസ് എ ബ്രിഡ്ജ്, ഒരു മോഡേൺ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യണം ഇൻ ബിറ്റ്വീൻ ദ ഡൈ ആൻഡ് ദി ഫാബ്രിക്, എന്നാലേ അത് നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. So the modern material is acting as a bridge between the dye and the fabric. അങ്ങനെയുള്ള ഡൈസിനെയാണ് മോഡേൺ ഡൈ എന്ന് പറയുക. അപ്പോൾ ആലിസാരി നമുക്കൊരു മോഡേൺ ഡൈ ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുക. ഇനി ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആലിസാരിൻ ഈസ് യൂസ്ഡ് ടു ഡൈ കോട്ടൺ ആൻഡ് വൂൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോട്ടൺ വൂളും കളർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ കളർ ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൻ്റ്, അതായത് ബ്രിഡ്ജിങ് ഏജൻറ്റ് ഉണ്ടല്ലോ, ആ ബ്രിഡ്ജിങ് ഏജൻറ്റ് വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൻ്റ് AL3+ ആണെങ്കിൽ അതൊരു റെഡ് കളറായിരിക്കും നമുക്ക് തരിക. അത് Fe3+ ആണെങ്കിൽ ഒരു ബ്ലാക്കിഷ് വയലറ്റ് കളറാണ്. Cr3+ ആണെങ്കിൽ അതൊരു ബ്രൗണിഷ് വയലറ്റ് കളറാണ്. എനിക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളതൊന്നും ഓർക്കണ്ട. ഇതൊരു ഡൈ ആണ്, കോട്ടനും വൂളിനെയും കളർ ചെയ്യാനുള്ളൊരു മോഡേൺ ഡൈ ആണെന്ന് മാത്രം ആലോചിച്ചിരുന്നാൽ മതി. ദെൻ ദ സെക്കൻഡ് യൂസ് ഇസ് ഇൻഡിഗോ പോലെ തന്നെ ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ബയോളജിക്കൽ സ്റ്റെയിൻ. ആൻഡ് ദ തേർഡ് യൂസ് ഈസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ജിയോളജി ആസ് എ സ്റ്റെയിൻ ടു ഇൻഡിക്കേറ്റ് മിനറൽസ് കണ്ടെയ്നിങ് കാൽഷ്യം. കാൽഷ്യം മിനറൽസിനെ സ്റ്റെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ആസ് എ റെഡ് പിഗ്മെൻറ്റ് ഇൻ പെയിൻറ്റിങ് സിൻസ് ആൻറ്റിക്വിറ്റി. അതായത് പെയിൻറ്റിങ്ങിൽ കളർ കൊടുക്കാൻ, പെയിൻസിന് കളർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് പ്രിൻറ്റിങ് ഇങ്കിന് കളർ കൊടുക്കാൻ. അതേപോലെ ആലിസാരിനും അതിൻ്റെ ഡെറിവേറ്റീവ്സും സ്പോട്ട് ടെസ്റ്റ് റിയേജൻസ് ആയിട്ട് കെമിക്കൽ അനാലിസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ റെയർ കാറ്റയോൺസ് ഉണ്ട്, വനേഡിയം, അതേപോലെ സിർക്കോണിയം പോലെയുള്ള റെയർ കാറ്റയോൺസ് അനാലിസിസ് ചെയ്യുമ്പോൾ സ്പോട്ട് ടെസ്റ്റ് റിയേജൻ്റായിട്ട് നമ്മൾ ആലിസാരിൻ ഉപയോഗിക്കാറുണ്ട്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് യൂസസ് ഓഫ് ആലിസാരിൻ. സോ ഇന്ന് നമ്മൾ പഠിച്ചത് 3
ഡൈസിന് എക്സാമ്പിൾസാണ്. 3 ഡൈസാണ്. അതായത് മാർഷ്യസ് യെല്ലോ, ഇൻഡിഗോ, ആലിസാരിൻ റെഡ്. അതിൻ്റെ സ്ട്രക്ചറും ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അത് ഏത് ടൈപ്പ് ഡൈ ആണ്, അതുപോലെ അതിൻ്റെ യൂസസുമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.